ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ നിർബന്ധപൂർവ്വം ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടാണ് കേട്ടോ. ആഘോഷങ്ങളും പരിപാടികളും മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രുതിക്ക് സമ്മാനമൊക്കെ കിട്ടിയതിന് ശേഷമാണ് അശ്വിൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, പ്രീതിയുടെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഭാര്യ ആവണം 6 മാസത്തേക്ക് എന്ന് പറഞ്ഞിട്ട്. അഞ്ജലിയുടെ ജീവിതം നശിക്കാതിരിക്കാനും ശ്യാമും ശ്രുതിയും തമ്മിൽ ഒന്നാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം അശ്വിൻ എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു തെറ്റിദ്ധാരണ അശ്വിൻ്റെ മനസ്സിൽ വരികയാണ് കേട്ടോ. ശ്രുതിയും ശ്യാമും തമ്മിലൊരു അരുതാത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം. പിന്നീടാണ് ശ്യാമാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഇതേസമയം വിവാഹം കഴിഞ്ഞ ശേഷം ശ്യാമിനോട് അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി എൻ്റെ ഭാര്യയാണ്, അവളെ മേത്ത് നിൻ്റെ നിഴൽ പോലും പതിക്കരുത്, ചേച്ചിയുടെ ജീവിതം ആലോചിച്ച് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിൻ്റെ വിവാഹത്തിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആചാരപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് മണിയറയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അതിന് ശേഷം അഞ്ജലിയാണ് ശ്രുതിയെ നല്ല ഭംഗിയുള്ള സാരി കുടിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് മണിയറയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയോട് ഭയങ്കര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, 6 മാസം ഇനി നിൻ്റെ കൂടെ ഒരേ റൂമിൽ ജീവിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വെറുപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത്, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരും അറിയാതെ ഇതുപോലൊരു കാര്യം ചെയ്തത് എന്തിനാണ്, എന്നിങ്ങനെ കുറ്റക്കാരിയാക്കിയത് എല്ലാവരും മുന്നിൽ എന്നെ ഒരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റിയത് എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് അശ്വിനോട് ശ്രുതി പൊട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനൊന്നും വ്യക്തമായിട്ടൊരു മറുപടി ശ്രുതിക്ക് അശ്വിൻ നൽകുന്നില്ല. ഇതേ സമയം ഫസ്റ്റ് നൈറ്റിൽ അഞ്ജലിയൊക്കെ അവിടെ നിന്ന് പോയതിന് ശേഷം ശ്രുതിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുറിക്ക് പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുകയാണ് കേട്ടോ അശ്വിൻ. കാരണം ശ്രുതി അശ്വിനും കൂടിയിട്ട് ഒരു മുറിയിൽ വേണ്ട എന്നുള്ള രീതിയിൽ പുറത്താക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയം കഴിയുമ്പോൾ അശ്വിന് പാവം തോന്നും കേട്ടോ. ശ്രുതി ഇങ്ങനെ പുറത്തിരിക്കുകയാണല്ലോ തണുത്ത് വിറച്ച്. അങ്ങനെ അശ്വിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ. ശ്രുതിനെ അന്ന് പുറത്താക്കി വാതിലടച്ച് ഇരുത്തിയപ്പോൾ ശ്രുതിക്ക് പനി വന്നതൊക്കെ ആലോചിച്ചിട്ട് വേഗം തന്നെ അശ്വിനൊരു പുതപ്പൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രുതി ആ പുതപ്പൊന്നും പുതയ്ക്കാൻ കൂട്ടാക്കാതെ ആ പുതപ്പ് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു രാത്രി മുഴുവനും ശ്രുതിനെ പുറത്ത് ഇരുത്തുകയാണ്. അശ്വിനും ഉറങ്ങുന്നില്ല, ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ അഞ്ജലി വരുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതിനെ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുക. കാരണം ആരും അറിയരുതല്ലോ ഒരു തമ്മിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പക്ഷേ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, മറ്റുള്ളവർ അറിഞ്ഞാൽ എന്തേ നിങ്ങളുടെ സ്വഭാവം എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചയും ബഹളം എടുക്കുന്നുണ്ടെങ്കിലും വ്യക്തമായിട്ടൊരു കാരണമൊന്നും അശ്വിൻ ശ്രുതിയോട് പറയുന്നില്ല. പക്ഷേ കുറച്ച് ഇങ്ങനെ സമയം കഴിഞ്ഞ് പോകും തോറും ശ്രുതിനോട് ഒരുപാട് ഇഷ്ടമാവണം കേട്ടോ അശ്വിന്. കാരണം ശ്രുതിനെ ശരിക്കും സ്നേഹിക്കുകയാണ്. ശ്യാമും ശ്രുതിയും തമ്മിലൊരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ശ്രുതിനെ അശ്വിൻ സ്നേഹിക്കാൻ തുടങ്ങാണ് കേട്ടോ. അങ്ങനെ പരസ്പരം കുറേ ഒരു നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.